ഉമ്മൻചാണ്ടി ഇന്നില്ല. അശ്വതിയായ എൻ്റെ ഭർത്താവ് ഉമ്മൻചാണ്ടി, ശരിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഞാനും ചേർന്ന് നിങ്ങൾക്ക് സ്നേഹം അർപ്പിച്ചു കൊള്ളുന്നു. ഈ ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടി മരിച്ച നാളുകളെപ്പോൾ എനിക്ക് മനസ്സിൽ വിഷമമുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ ഇലക്ഷൻ ടൈമിൽ നോമിനേഷൻ കൊടുക്കുന്ന സമയത്തിലൊക്കെ അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. പോസ്റ്ററുകളിലും ഫോട്ടോകളിലും വീഡിയോകളിലും ഒക്കെ ഇന്ന് അദ്ദേഹം ഇല്ല. ആ ശൂന്യത എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്നറിയാം. ആ ശൂന്യത നികത്താനും ഹൃദയത്തിലെ തകർച്ചയ്ക്കൊരാശ്വാസം കിട്ടാനും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ 46 വർഷം ഇലക്ഷൻ ഇറങ്ങിയിട്ടില്ല. എൻ്റെ മകൻ നിന്നപ്പോൾ ഞാൻ ഇറങ്ങിയില്ല. ഇപ്പോഴിറങ്ങുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇലക്ഷൻ ടൈമാണ്. അസത്യമായ പ്രചരണങ്ങൾ നടക്കുന്നു. എൻ്റെ ഉമ്മൻചാണ്ടിയുടെ മക്കൾ BJPയിലേക്ക് പോകുന്നു എന്നുള്ള അസത്യ പ്രചരണം നടക്കുമ്പോൾ, അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം, അത് ആ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി മക്കൾക്ക് കൊക്കിൽ ശ്വാസം ഉണ്ടെങ്കിൽ BJP പോകാൻ പറ്റുമോ? നിങ്ങൾ പറ. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആ കുഞ്ഞുങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഉമ്മൻചാണ്ടിയുടെ ഗ്രാൻഡ് ഫാദർ MLC ഉമ്മച്ചനായിരുന്നു. പിതൃ സഹോദരി അമ്മിണി തോമസ് കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരുപാട് നാൾ ഒരുപാട് പോസ്റ്റുകൾ വഹിച്ചുള്ള വ്യക്തിയാണ്. 3ാം തലമുറക്കാരനാണ് ഉമ്മൻചാണ്ടി. 4ാം തലമുറക്കാരാണ് ചാണ്ടിയുമ്മൻ. എല്ലാം കൊണ്ടും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി, സ്വഭാവത്തിലും ലാളിത്യത്തിലും ആൾക്കാരെ ചേർത്ത് പിടിക്കുന്നതിലും ആ മകനെ ഞാൻ ഈ നാളുകളിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് അത്. ഞാനൊരു അമ്മയായിട്ട് പുകഴ്ചായിട്ടൊന്നും പറയുന്നതല്ല, എനിക്കല്ല വിശ്വാസം ഒട്ടുമില്ല. ഞാനൊരു കള്ളയെന്നില്ല പറയണം. നിങ്ങൾക്ക് അറിയാമല്ലോ.